ഒരു പ്രധാന വാർത്തയിലേക്ക്. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്ത് വിജിലൻസ്. 13-നാണ് കോൺഗ്രസ് MLAയെ വിജിലൻസ് ചോദ്യം ചെയ്തത്. കയ്യേറ്റത്തിൽ കുഴൽനാടനെതിരെ വിജിലൻസ് FIR ഇട്ടിരുന്നു. 2021-ലാണ് 3 ആധാരങ്ങളിലായി ചിന്നക്കനാലിൽ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും മാത്യു കുഴൽനാടൻ്റെയും പത്തനംതിട്ട സ്വദേശിയായ മറ്റ് രണ്ടുപേരുടെയും പേരിൽ വാങ്ങിയത്. ഇത് സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയെന്നാണ് മാത്യു കുഴൽനാടനെതിരെ ഉയർന്ന ആരോപണം. എന്നാൽ രാഷ്ട്രീയ നീക്കമെന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടൻ ആദ്യഘട്ടം മുതൽ പ്രതിരോധിച്ചിരുന്നു. എന്നാൽ പിന്നീട് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തുകയും കുഴൽനാടൻ ഭൂമി കയ്യേറി എന്ന ആരോപണം ശരിവെക്കുകയും ചെയ്തു. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ആദ്യം അന്വേഷണം ആരംഭിച്ചത്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ 21 പ്രതികളാണ് ഈ കേസിലുള്ളത്. കുഴൽനാടൻ 16-ാം പ്രതിയാണ്. ക്രമവിരുദ്ധമായി വാങ്ങിയ ഭൂമിയാണ്, ക്രമവിരുദ്ധമായ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ച് ഉള്ള ഇടപാടല്ല എന്നറിഞ്ഞിട്ട് കൂടിയും മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്നാണ് കുഴൽനാടനുള്ള പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെ റവന്യൂ വകുപ്പ് അന്വേഷിക്കുകയും മാത്യു കുഴൽനാടൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയുമൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യുകയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് കുഴൽനാടനെ 13-ാം തീയതി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. തിരുവനന്തപുരത്ത് വിജിലൻസ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇപ്പോഴും നേരത്തെയുള്ള നിലപാട് തന്നെയാണ് കുഴൽനാടൻ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം തന്നെയാണ് കുഴൽനാടൻ ഈ ഘട്ടത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കുഴൽനാടനെതിരെ കോൺഗ്രസ് MLAക്കെതിരെയുള്ള നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാനാകും കോൺഗ്രസ് തീരുമാനിക്കുക. അതുതന്നെയാണ് കുഴൽനാടനെ അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.